ഗുഡ് മോർണിംഗ്. ഇൻഡോസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിത് ഇവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തും കൂടെ ചെയ്തോളൂ കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കണേ. അതുപോലെ സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇന്നലെ എനിക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് 3 ദിവസത്തിലേറെയായി കേട്ടോ. ഞാൻ ഈവനിങ് വ്ളോഗും മോർണിംഗ് വ്ളോഗും എടുത്തു വെച്ചതുകൊണ്ടാണ് എനിക്ക് 2 ദിവസം വയ്യാണ്ടിരുന്നിട്ടും വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 3-ാമത്തെ ദിവസം എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല. കാരണം എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ടായിരുന്നില്ല, എടുക്കാനും പറ്റിയില്ല. പിന്നെ അതിനിടയ്ക്ക് ഒരു ദിവസം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു ഇത്. പക്ഷേ ഇതെനിക്ക് ഇന്നലെ ശരിക്കും എനിക്ക് ഈ ഒരു വീഡിയോ എടുത്ത് ഇടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയില്ല. അതായിരുന്നു കേട്ടോ. അപ്പോഴും എനിക്കൊരു ദിവസം വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു രീതിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഒരു ദിവസത്തിന് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നതേ ഞാനൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ അതേ നമ്മൾ വൈകുന്നേരം മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെടിച്ചട്ടികളൊക്കെ നിരന്നിങ്ങനെ കിടക്കുന്നുണ്ട് ചെടിയില്ലാതെ കേട്ടോ. ചട്ടികൾ കരയും, എന്താ എനിക്ക് ചെടിയില്ലാത്ത എന്ന് ചോദിച്ചിട്ട്. അങ്ങനത്തെ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളിത് അടിച്ചു വരാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ മനു ഉണ്ട്, അപ്പൂസും ഉണ്ട് ഇവിടെ. മനു സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ള പണിയാണ് കേട്ടോ ഇത്. ഇപ്പം നോൽമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സ്കൂൾ നേരത്തെ വിടുന്നുണ്ട്. 3:30 ആൾ വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ. 3:30-3:45 ആകുമ്പോഴേക്ക് ആൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്നുണ്ട്. അരമണിക്കൂർ നേരത്തെ വിടുന്നുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന ആ ഒരു ടൈമിൽ 2 മണിക്കാണ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. 9:30 ക്ലാസ് തുടങ്ങിയിട്ട് 2 മണി വരെയാണ് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി അത് നീട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മോന് 9:30 ക്ലാസ് തുടങ്ങിയിട്ട് 2 മണി വരെ അല്ല കേട്ടോ ഉള്ളത്, അതിലേറെ സമയമുണ്ട്. 3 മണി വരെയൊക്കെ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പണ്ട് അതുപോലെ തന്നെ ഞാൻ ചില വർഷം എന്നല്ല, ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം എന്തായി, നോൽമ്പിൻ്റെ സമയത്ത് സ്കൂൾ ഉണ്ടാവില്ല, 1 മാസം അവധി ഉണ്ടാവും, പിന്നെ 1 മാസം ലാസ്റ്റ് കുറയ്ക്കും. അങ്ങനത്തെ ഒരു രീതി ഉണ്ടായിരുന്നില്ലേ? പറഞ്ഞത് മാറിപ്പോയതാണ്. നോൽമ്പിൻ്റെ ആ ടൈമിൽ 1 മാസം ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു, ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ നോക്കുമ്പോൾ 2.5 മാസം ലീവ് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ആ നോൽമ്പിൻ്റെ സമയത്ത് നമുക്ക് അവധിയാണ് തരുന്നതെങ്കിൽ പിന്നെ എടുക്കുന്ന ആ 1 മാസം കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, നോൽമ്പിൻ്റെ സമയത്ത് ക്ലാസ് ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് 2.5 മാസത്തോളം നമുക്ക് അവിടെ ലീവ് കിട്ടും. അത് കണക്ക് കൂട്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ, വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അന്ന്. ഇപ്പം പിന്നെ അങ്ങനത്തെ എന്താ പറയുക ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിപ്പോൾ സ്കൂൾ ബസ്സിലൊക്കെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നത്. എന്നാലും നോൽമ്പിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും കേട്ടോ. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് അങ്ങനത്തതൊന്നും ശീലമില്ലാത്തതുകൊണ്ട് പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോൽമ്പെടുത്ത് നോക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഏതായാലും നോൽമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അങ്ങനെ കഴിയട്ടെ. പക്ഷേ ഈ ഒരു ചൂടത്ത് നോൽമ്പെടുക്കുന്നത് ആലോചിക്കുമ്പോൾ തന്നെ എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയാം. നമുക്ക് വെള്ളം കുടിച്ചാൽ തന്നെ ദാഹം മാറാത്തൊരു ടൈമിൽ വെള്ളം കുടിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ, പക്ഷേ അവർക്ക് അങ്ങനെയൊന്നും തോന്നില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പക്ഷെ എന്തോ
ഏതായാലും നല്ല രീതിയിൽ എല്ലാവർക്കും നോൽമ്പൊക്കെ എടുക്കാൻ പറ്റട്ടെ. അങ്ങനെ ഒരു മാസം നല്ല രീതിയിൽ അങ്ങോട്ട് കടന്നു പോകട്ടെ. ഈ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, നല്ല രീതിയിൽ തന്നെ കടന്നു പോകട്ടെ നമുക്ക് വിചാരിക്കാം അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിക്കലും വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടേക്ക് ഒന്ന് വെള്ളം പാർന്ന് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അകത്തേക്ക് അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം അടിച്ചു വാരിയിട്ട് തുടയ്ക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു വൈകുന്നേരം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വൈകുന്നേരം നമ്മൾ അടിച്ചു വാരി തുടയ്ക്കാൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും അത്ര വലിയ പൊടിയൊന്നും പാറില്ല. നേരെ വെച്ചാൽ രാവിലെയാണ് നമ്മൾ തുടയ്ക്കുന്നത് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് വീണ്ടും പൊടിയാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരം തുടയ്ക്കുന്നത്. അപ്പോൾ രാവിലെ വരെയും കുഴപ്പമുണ്ടാവില്ല, പിന്നെ പിറ്റേ ദിവസം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കല്ലേ അങ്ങനെ പോയിക്കൊള്ളല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞു. പിന്നെ രാവിലത്തെ കുറച്ച് പോർഷൻസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ അതും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാനിത് വോയിസ് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ ഇത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ ഓർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഓർത്തതാണ്. വേറൊന്നുമല്ല, ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് 3 ദിവസമായി. വോയിസ് കൊടുക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അതാണ്. അപ്പോൾ രാവിലെ നമ്മൾ ചപ്പാത്തിയും അതുപോലെ ചെറുപയർ കറിയും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളം വെച്ചു. ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചു. ചെറുപയർ കറി ഇത് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെയാണ് എന്നോട് പറഞ്ഞത് ചപ്പാത്തി വേണ്ട, ദോശ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്നാൽ പിന്നെ ദോശയാക്കാം എന്ന് വിചാരിച്ചു. ഞാനത് തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞതുകൊണ്ട് എന്നാൽ പിന്നെ ദോശയെങ്കിൽ ദോശ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ പിന്നെ പച്ചരി വേഗം എടുത്തിട്ട് പച്ചരി പൊടി അതെടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെയാണ് നമ്മൾ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിനെന്താണ് തെളിദോശ, നീർദോശ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഒരു ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ടൈമിൽ ഭയങ്കര സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പൂസായാലും മനു ആയാലും സംശയങ്ങളാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്താ വെച്ചാൽ ആ വോയിസ് ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ വേട്ട വന്ന് വികൃതി കാണിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഇവിടെ വന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചൗ ഉണ്ടല്ലോ, ആ ചൗ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇത് കുറേ ആയി ഇവിടെ കൊണ്ടുവന്നിട്ട് കേട്ടോ. പിന്നെ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആദ്യം കൊണ്ടുവന്ന സമയത്ത് അതിൽ നമ്മളെ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താ ചെയ്യുകയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അന്ന് ആണ് നമ്മൾ ആദ്യമായിട്ട് ചൗ വാങ്ങുന്നത്. പിന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് പക്ഷേ ഇതിന് പ്രത്യേകതയൊന്നും തോന്നിയിട്ടില്ല. ഇത് നമ്മൾ ഈ കർമൂസ ഉണ്ടല്ലോ, പപ്പായ പിന്നെന്താ പേര്, ഓമക്കായ എന്നൊക്കെ പറയുന്ന സംഭവം, അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു രൂപമൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എനിക്കത് വലിയൊരു താല്പര്യമില്ല. ഏതായാലും നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവരും, ഉണ്ടാക്കും. അത് സത്യത്തിൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും ചിലപ്പോൾ അറിയില്ല കേട്ടോ. എന്നാലും അങ്ങോട്ട് ഉണ്ടാക്കണതാണേ. പിന്നെ ചിലപ്പം സെർച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആവുന്നുണ്ട്. അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ദിവസം ഉണ്ടല്ലോ, ഇപ്പം അപ്പൂസ് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഭയങ്കര പനി എന്ന് പറഞ്ഞാൽ നല്ല പനിയായിരുന്നു അപ്പൂസിന്. ഇന്നലെ രാത്രി ആൾക്ക് വയ്യാതെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. തണുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പനിയൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുള്ളപ്പോഴേക്കും എടുത്ത പനി. രാത്രി പനിച്ചു, മരുന്ന് കൊടുത്തു, ഉറങ്ങി. പിന്നെ പുലർച്ചെ ഒരു 3 മണിക്ക് മരുന്ന് കൊടുത്തു. പിന്നെ ആൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല പനി. രാവിലെ ഒരു 7 മണി 6:30 7 മണിയൊക്കെ ആയ ടൈമിൽ ഭയങ്കര പനിയാണ് കേട്ടോ. 7:30 ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. അത്രയും നേരത്തെ ഇന്ന് വരെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നിട്ടില്ല കേട്ടോ. ആ ഒരു രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം പനി ഉണ്ടായിരിക്കും. നമ്മളെങ്ങനെയായാലും നമുക്ക് പനിയുടെ മരുന്ന് കൊടുത്താൽ ഒരു ആശ്വാസം ഉണ്ടാവലുണ്ട്. എന്നിട്ടും കുറവില്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകും. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊക്കെ കൂടി പെട്ടെന്നായിരുന്നു കേട്ടോ. എനിക്ക് വയ്യ, അതുപോലെ തന്നെ ആൾക്കും പെട്ടെന്ന് ഇങ്ങനെ വയ്യാണ്ടായി. പിന്നെ ഏട്ടനും മനുവും കൂടെ കൊണ്ടുപോയതാണ് കേട്ടോ. രാവിലെ തന്നെ 7:30 7:45 ആയപ്പോഴേക്കും അവർ ഡോക്ടറെ കാണിക്കാൻ പോയി. അവിടെ എത്തലും ഡോക്ടർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവനെ കാണിച്ചതിന് ശേഷമാണ് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ വന്നു.
അതുകൊണ്ടൊക്കെ കൂടിയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റാതിരുന്നത് കേട്ടോ. പിന്നെ അവൻ്റെ കൂടെ നടക്കലും വയ്യായികയും എല്ലതും കൂടെ ആയപ്പോൾ നമ്മൾ അങ്ങോട്ട് പെട്ടുപോയി. നമുക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ കൂടി അതിന് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ഒന്നും ആ ഒരു കാര്യങ്ങളും കൂടെ വന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ കഞ്ഞി വെക്കലും അങ്ങനെയും ഒക്കെ കേട്ടോ. പക്ഷെ മരുന്ന് കഴിച്ചു. ആൾക്ക് ആൻറ്റിബയോട്ടിക് ഒരു നേരം കൊടുത്തപ്പോഴേക്കും എന്നെ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയ സമയത്ത് ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറേ വൈകി. പക്ഷേ ഇപ്രാവശ്യം നല്ല പനി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ആൾക്ക് പെട്ടെന്ന് ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഉണ്ടാവും, അങ്ങനെ പെട്ടെന്ന് മാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൻറ്റിബയോട്ടിക്കും പനിയുടെ മരുന്നും കഴിച്ചപ്പോഴേക്ക് തന്നെ ആൾക്ക് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്ക് മനിയൊക്കെ വന്നു. മനിയൊക്കെ സ്കൂൾ വിട്ട് അവന് അപ്പൂസിനെ അംഗനവാടിയിൽ അപ്പൂസിനെ ഡോക്ടറെ കാണിച്ചതിന് ശേഷം വന്നിട്ട് വേഗം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ മനി വന്നതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അപ്പൂസൊക്കെ നല്ല രീതിയിൽ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പഴയ പോലെ തന്നെ കളിക്കാനും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ കൂടി കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ പിന്നെ നമുക്ക് ചൗ ഉണ്ടാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവന് ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ ഉപ്പേരി നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പേരി കൊണ്ടുപോകും കേട്ടോ. അവന് കൊണ്ടുപോകാറുണ്ട്. അവനും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും, അവനും കഴിക്കും, അങ്ങനെ കൊണ്ടുപോകാറൊക്കെ ഉണ്ടേ. അപ്പോൾ അതേ ആ ഒരു വിശേഷങ്ങളും കഴിഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇന്നലെ എനിക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫാമിലിയിൽ എന്നെ ഒരു അംഗത്തെ പോലെ കണ്ടിട്ടുള്ള കുറേ പേരുണ്ട്. അപ്പൂസിനെ വിശേഷങ്ങൾ ചോദിച്ചിട്ടും അങ്ങനെ കുറേ അപ്പൂസിനെയായിട്ട് ഞാൻ എന്ത് വീഡിയോ ചെയ്താലും ആളെൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പൂസിനെ എല്ലാവർക്കും നല്ല പരിചയമായിരിക്കും. ആളെ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നെ ഞാനും ഇങ്ങനെ പറയും കേട്ടോ. ഞാനിങ്ങനെ അപ്പൂസ് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ ആ ഒരു ടൈമിൽ അതിലേക്ക് നോക്കിയിരിക്കണതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, ഇതൊക്കെ ഇടുന്നുണ്ട് എന്നുള്ളത് അവനെ അറിയുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് വൈകുന്നേരം അരി അരച്ച് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദോശയ്ക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അരച്ച് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ വയ്യായ്ക തോന്നി ആ ഒരു ടൈമിൽ തന്നെ ഞാൻ വേഗം ഇഡ്ഡലിക്ക് മാവ് അരച്ച സമയത്ത് അതിലേറെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി എടുത്തുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് വേഗം അത് പകുതി എടുത്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം പെട്ടെന്ന് വയ്യാണ്ട് ആയാലും നമുക്ക് ദോശ ഉണ്ടാക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനു ആയാലും ദോശയൊക്കെ ഉണ്ടാക്കും കേട്ടോ. നമ്മൾ റെഡിയാക്കി കൊടുത്താൽ മാത്രം മതി, അവൻ ദോശയൊക്കെ ഉണ്ടാക്കി തരും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ദോശ ഉണ്ടാക്കണമെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് വയ്യെങ്കിലും ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ബായ്.